ഇപ്പോൾ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ഒരു ഇൻസിഡന്റ് കേട്ടിട്ടുണ്ട്. അതായത് ഏതോ ഒരു മൂവി ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് 2 ട്രെയിനുകൾക്കിടയിൽ ബാബുവേട്ടൻ പെട്ടിട്ടുള്ള ഒരു അപകടം സംഭവിച്ചു എന്നോ അങ്ങനെ എന്തോ ഒരു കഥ കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഓർമ്മയില് കിട്ടണില്ല. അത് ബാബു ആന്റണി ആണെന്ന് തോന്നുന്നു ഏതോ സിനിമയില്. അല്ല, അത് നമ്മുടെ ഫ്ലോറിലുള്ള നമ്മുടെ ക്യാമറാമാൻ നവാസിക്കാണ് എനിക്ക് കഥ പറഞ്ഞു. പുള്ളിയോട് ചോദിച്ചു നോക്കണോന്ന് പറഞ്ഞു. ശരിയാട്ടാ നീ കണ്ടോ? ഓ അത് ട്രെയിനിന്റെ അല്ല, അത് അതിലൊരു ഷോട്ട് എടുക്കായിരുന്നു. ട്രെയിനിന്റെ മുമ്പിൽ ചാടി ചാവുന്നതാണ്. പക്ഷെ നമുക്ക് പെർമിഷൻ ഒന്നും എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എടുത്താണ്. പക്ഷെ ചാടിയപ്പോഴാണ് മനസ്സിലായത് ഇതിന് വാക്വം ഉണ്ട്. എനിക്ക് വിചാരിച്ച ടൈമിൽ എനിക്ക് അപ്പുറത്ത് എത്താൻ പറ്റുമെന്ന് സംശയമായി. പക്ഷെ ഒരു തരത്തിൽ ഞാൻ അപ്പുറത്ത് വീണുപോയി. പക്ഷെ ട്രെയിൻ അവർ പ്രശ്നം ഉണ്ടാക്കി. കാരണം അവർ മനസ്സിലായി ഏതോ ഒരാൾ ചാടിയിട്ടുണ്ടെന്ന് ട്രെയിനിന്റെ മുമ്പിൽ. അത് എന്നിട്ട് എവിടെയോ പോയി. അതിന് മുമ്പ് നമ്മൾ ക്യാമറയ്ക്ക് എടുത്ത് ഓടി. ശരി, ഇവരൊക്കെ ഉണ്ട്. നവാസ് ഉണ്ടായിരുന്നു, ക്രൂലുണ്ടായിരുന്നു. ശരി, നവാസ് ഒന്ന് തല വെളിയിലിട്ടിട്ട് ഏതെങ്കിലും ഒരു ക്യാമറമാൻ അതൊന്ന് കവർ ചെയ്യണം കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ നവാസൊക്കെ വേറൊരു കാര്യത്തെ കുറിച്ച് കൂടി ചോദിക്കണമെന്ന് പറഞ്ഞായിരുന്നു. നവാസൊക്കെ പറഞ്ഞു ബാബു സാറിനൊരു പ്രണയമുണ്ടായിരുന്നു. അതൊരു പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെ കുറിച്ച് പറയുമായിരിക്കും എന്ന് പറഞ്ഞു എന്നോട്. ഇവിടെ തന്നെ വേണോ അത്? പ്രണയിക്കത്തെ ഞാൻ ഇപ്പോഴും പ്രണയിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ഡയനെ പ്രണയിച്ചോണ്ടിരിക്കുക. പ്രണയമില്ലാത്ത മനുഷ്യൻ. അയ്യോ, ആ നവാസ് തലയിറങ്ങി വീണു. നമ്മൾ പ്രണയിക്കണം. ഞാൻ പറയാം, എപ്പോഴും പറയുന്ന കാര്യം, നമ്മളിപ്പോ ഒരു യാത്ര പോകുന്നു, തീവണ്ടിയിൽ യാത്ര പോകുന്നു. നമുക്കറിയാം ഞാൻ ഇനിയാലക്കൂടെ ഇറങ്ങും, മറ്റേ കുട്ടി ചിലപ്പോൾ തൃശ്ശൂർ ഇറങ്ങും, അല്ലെങ്കിൽ അതിന് മുമ്പ് ഇറങ്ങും. പക്ഷെ നമ്മൾ ആ യാത്ര വിരസമാവാതിരിക്കാൻ ഒന്ന് ചിരിച്ചു, അതങ്ങോട്ട് ചിരിച്ചു, ഇങ്ങോട്ട് ചിരിച്ചു. ബാബുച്ചേട്ടൻ ഈ വിരസമാവാതിരിക്കാൻ ഒന്ന് ചിരിച്ചു, അതൊക്കെ ഓക്കെയാണ്. ഈ ഓന്മാരൊക്കെ തോണ്ടും, ചിരി വരെ ഓക്കെയാണ്. തോണ്ടലൊന്നുമില്ല. പക്ഷെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവരും ഭയങ്കര ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. നമ്മൾ തിരിച്ചു പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ ഇടവേള ബാബുവിന് പറയുമ്പോൾ അന്ന് എന്നോട് നല്ല വാക്ക് പറഞ്ഞ ഒരാളാന്ന് ഓർക്കും അല്ലേ? അതൊക്കെ തന്നെയല്ലേ ജീവിതത്തിലുള്ളൂ. നമ്മളിപ്പോ ഓട്ടോറിക്ഷയിൽ കയറി യാത്ര ചെയ്യുന്ന പൈസ കൊടുത്ത് ഇറങ്ങിപ്പോ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് അയാളോടും ചോദിക്കും ചേട്ടൻ്റെ വീട് എവിടെയാ, വീട്ടിലാരൊക്കെ ഉണ്ട്. വലിയ സന്തോഷമാണ്. അത് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഈ ഇതാർക്കും ഉപയോഗിക്കാവുന്ന ചെറിയ ടിപ്പാണ്. ഈ സന്തോഷം തന്നെയാണ് ഡയാനയിൽ നിന്ന് നവാസിക്ക് ആഗ്രഹിക്കുന്നത്. അത്രേ ഉള്ളൂ, വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. ചെറിയൊരു സന്തോഷം. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പ്രണയത്തിന്റെ കഥയെന്ന് പുള്ളി ഊരി അതിനെ ഒരു ഫിലോസഫിയിൽ കൊണ്ടുപോയി മറ്റൊരിടത്ത് കെട്ടിയിരിക്കുകയാണ്. അത് വിൽക്കപ്പെടാനുള്ള ഒരു എപ്പിസോഡാണ്. ആ പ്രണയം എന്ന് പറയുന്നത് പ്രണയിച്ചിട്ടുണ്ട്, 8 വർഷത്തോളം പ്രണയിച്ചിട്ടുണ്ട്. അതൊരു കഥയാണ്. ആരോടും പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പറയും. തീർച്ചയായിട്ടും പറയും. അപ്പോൾ ആ പ്രണയ കഥ കേൾക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം, വീഡിയോ കോളിൽ ബാബു ചേട്ടൻ അഭിനയിച്ച ഒരു സിനിമയിലെ സീനിന്റെ ഫോട്ടോ കാണിക്കും. ഏതാണ് ആ സിനിമ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. വെരി ഗുഡ്. ടീം മാനർമത്തായി ബസർ പ്രസ് ചെയ്തിരിക്കുന്നു. സ്റ്റെഫിൻ പറയോ? പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിം അല്ലേ? നോക്കാം. ഇതൊരു രസമായിട്ടുള്ള സിനിമയായിരുന്നു. കാരണം സിനിമ അഭിനയിക്കുമ്പോഴേ അറിയാൻ പറ്റുന്ന ഈ സിനിമ ഹിറ്റാവുന്നു. അതെന്താണെന്നറിയില്ല, ഭയങ്കര വേവായിരുന്നു നമുക്ക് ഈ സിനിമ. ഒരുപാട് ജീവിതത്തിൽ നമ്മൾ വായിച്ചും കണ്ടും പരിചയമുള്ള ഒരുപാട് കഥാപാത്രങ്ങള് നമുക്ക് ശരിക്കും ഭയങ്കര എൻജോയ് ചെയ്ത് അഭിനയിച്ചിട്ടുള്ള പടാട്ടാ. രഞ്ജിത്തിന്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായിട്ടാണ് ഞാൻ കുട്ടിക്കുന്നത്. ഉറപ്പായിട്ടും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വലിയ രസമുള്ള സിനിമയാണ്.